മിന്നസ് ബുട്ടീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വീറ്റി ജിമ്മി. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബുട്ടീക്കിൻ്റെയൊക്കെ ബിസിനസ് ഓൺലൈനായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ലോണുകളെ കുറിച്ചിട്ടൊക്കെയൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്ന് വരുന്നത്. ഞാൻ ഇന്നും ഇതുപോലെ തന്നെ ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ട്. ആര്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇതുപോലെ 45,000 രൂപ കൊടുത്തിട്ടാണ് തുണി ബുക്ക് ചെയ്തത്. 90 മീറ്റർ വെച്ചിട്ട് ഓരോ തുണി ബുക്ക് ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ വീഡിയോയിൽ ഇരുന്ന് കരയായിരുന്നു, ഇനി ആരും അങ്ങനെ ഉണ്ടാവരുതെന്നൊക്കെയും പറഞ്ഞിട്ട്. നമ്മൾ അറിയാവുന്നവർക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഓരോരുത്തരും ചെന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്ന് പറ്റിക്കപ്പെടുകയാണ് ചെയ്യണത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഓൺലൈനായിട്ട് നമുക്ക് മുൻപരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ച് കൊടുക്കരുത്. നമ്മൾ 1000-2000 രൂപയൊന്നല്ല അയച്ച് കൊടുക്കണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു 10,000 രൂപ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യം. ഇപ്പോൾ അത് പോയത് 45,000 രൂപയാണ്. 1-2 രൂപ കൊടുത്തിട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് അത്രയും രൂപയൊക്കെ കളഞ്ഞു പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും നമുക്ക്. നമ്മൾ എത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ പൈസ ഉണ്ടാക്കണത്. ആ പൈസ ഇങ്ങനെ യാതൊരു വക ബോധമില്ലാണ്ട് ഈ മുൻപരിചയമോ യാതൊരു വക പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയൊക്കെ നമ്മളങ്ങനെ കൊടുക്കാൻ പാടുണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ 1-2 ഇതുകൾ എല്ലാവർക്കും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ നാട്ടിൽ ഏത് ജില്ലയിലായുള്ളവരും അവിടെയുള്ള കുറച്ച് ഈ ഹോൾസെയിലായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അത് 1-2 അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും ഒരു മെറ്റീരിയൽ കൂടിക്കഴിഞ്ഞാലും നമ്മുടെ പൈസ അവിടെ പോകുന്നില്ല, നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിലും ചെയ്യാം. ഇതുപോലെയുള്ള ആളുകളായിട്ട് ഒരിക്കലും കച്ചവടം നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ പൈസ മുഴുവൻ പോവേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനായിട്ട്, ഇപ്പോൾ ഓൺലൈനിൽ അതുപോലെ കുറേ യൂട്യൂബേഴ്സ് ചെയ്യണതുണ്ട്. കുറച്ച് കാലം മുമ്പ് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഞാനും പോയി പർച്ചേസ് ചെയ്തതാണ്. അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ട് ഞാനും ഈ സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്തു. സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ അജ്മീറ ഫാഷൻ എന്ന് പറയുന്നൊരു ഷോപ്പാണ്. വലിയൊരു ഷോപ്പാണ് കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഏത് ഭാഷക്കാരാണെങ്കിൽ ആ ഭാഷയിൽ നമുക്ക് സഹായിക്കാനായിട്ട് ഒരു ആളെ അവർ വിട്ടുതരും. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ പറയും നമ്മളോട് ഇത്ര രൂപയുടെ പർച്ചേസ് ഉണ്ട്, അപ്പോൾ ഒരു 6 എടുക്കണം അല്ലെങ്കിൽ 12 എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളോട് പറയും ഇത്രയും വില കുറവുള്ള സാധനങ്ങളാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മളവിടെ ചെല്ലുമ്പോൾ അതൊന്നുമില്ല. നമ്മളവിടെ ചെന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാറ്റലോഗുകൾ തരും. അതിനകത്തുള്ള കുറേ മോഡലുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, ഇല്ല എന്ന് പറയണമെന്നില്ല. പക്ഷേ അവർ ഓരോ ബാഗുകളാണ് അവിടെ. ഇപ്പോൾ 6-12 ഓരോ ബാഗുകളാണ്. ആ ബാഗിലുള്ളത് മുഴുവൻ നമ്മൾ എടുക്കണം. ഞാനെടുത്തു അവിടെ. ഇതുപോലെ ചെന്നിട്ട് ഞാനും എടുത്തു. എനിക്ക് പ്രോഡക്റ്റും ക്വാളിറ്റി ആയിട്ട്, പക്ഷെ നമ്മളവിടെ കാണുമ്പോൾ പ്രോഡക്റ്റ് അല്ല നമുക്ക് ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ സാധനം കിട്ടണത്. ഞാൻ അവിടെ നിന്ന് പ്രോഡക്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച്, വളരെ ചെറിയ വിലയാന്നൊക്കെ വിചാരിച്ച് ഞാൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമ്മൾ പൈസ അടച്ച് എല്ലാം ഞാനൊരു 52,000 രൂപയ്ക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 52-62 എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ 2021 അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊറിയർ ചെയ്യാണ് ചെയ്യണത്. പക്ഷേ കൊറിയർ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സാധനം നമ്മൾ അന്ന് പറഞ്ഞതിൻ്റെ ചിലപ്പോൾ കളറുകൾ വരെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മോഡലിലൊക്കെ ഓരോ ബാഗുകളാണ് അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിരുന്നത്. ആ ബാഗുകൾ നമ്മൾ പറയുന്ന കളറേ അല്ലായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ബുക്ക് ചെയ്ത സാധനം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയണം പാറ്റേൺ ഒന്നുമല്ല, അവർ ഏതോ ഒരു സാധനം ഇങ്ങോട്ട് അയക്കണം, അങ്ങനെയൊക്കെയാണ് വന്നത്. എനിക്ക് ഓൾമോസ്റ്റ് അവിടെ നിന്ന് എടുത്തത് മുഴുവൻ നഷ്ടമായിരുന്നു. ഫുള്ളും പ്രോഡക്റ്റുകൾക്ക് തന്നെ ക്വാളിറ്റി തന്നെ ഇല്ല. ഇപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന സമയത്ത് അന്ന് ഇവിടെ മീഷോ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അത്രയും കൂടെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊക്കെ നോക്കുമ്പോൾ ഞാൻ എടുത്ത സാധനങ്ങൾ ഇതിലും വിലക്കുറവിൽ അതിലവിടെ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ചിലത് കളറിൻ്റെ ഇതിൽ, പിന്നെ ക്വാളിറ്റി തീരില്ല. അന്ന് അവിടെ കണ്ട അതേ പ്രോഡക്റ്റ് ഒന്നല്ല ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരിക്കലും ഇങ്ങനെയുള്ള വലിയ കടയിൽ പോയിട്ട് നിങ്ങൾ ലാഭത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യരുത്. എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. അതേസമയം ഞാൻ മെറ്റീരിയലുകൾ നമ്മൾ ഫാബ്രിക്കായിട്ട് മുറിച്ച് മേടിക്കുന്ന റണ്ണിങ് മെറ്റീരിയലായിട്ട് ഞാൻ എടുത്തത് എനിക്ക് നല്ലതായിരുന്നു. അതിൻ്റെ അതും തീർന്നു പോയി. എനിക്ക് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നത് ഒന്നും തന്നെ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല. ഒക്കെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ കുറേ കടകൾ അങ്ങനെ കാണാറുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഇല്ല ബാംഗ്ലൂർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളുണ്ട് അവിടെ, ഒത്തിരി ചെറിയ കടകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നിന്ന് നമ്മൾ സംസാരിച്ചൊക്കെ
ചെല്ലുക, സംസാരിച്ചൊക്കെ നമുക്ക് പിടിക്കാം. പിന്നെ നമ്മളിപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പിന്നാലെ ഒരുപാട് ആൾക്കാർ, നമ്മൾ ഇത് വാങ്ങിക്കാനാണ് വന്നേക്കണേന്ന് അറിയാം. അപ്പം നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ തള്ളിക്കയറി നമ്മുടെ കൂടെ വരും. നമ്മൾ അവരുടെ കൂടെ ഒന്നും പോകണ്ട, ഒറ്റൊരാളുടെ കൂടെ പോകണ്ട, നമ്മൾ തനിയെ സംസാരിക്കുക. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കുക. അവർക്കും ഒരുവിധ എല്ലാ ഭാഷകളും അവിടെയുള്ള കടകളിലുള്ള ആൾക്കാർക്ക് അറിയാം. ഓൾമോസ്റ്റ് നമ്മൾ പറയണ മലയാളം തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഫുള്ളായിട്ട് അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പറയണതൊക്കെ അവർക്ക് അത്യാവശ്യം മനസ്സിലാവും. പിന്നെ അറിയാവുന്ന ഇംഗ്ലീഷോ അങ്ങനെയുള്ള തമിഴ് അറിയുന്നവരും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധം ഭാഷകളൊക്കെ അവിടെ അറിയുന്നവരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ ആവശ്യമേ ഇല്ല അവിടെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ ഇടനിലക്കാരുടെ അടുത്ത് ഒരിക്കലും ചെന്ന് പെടാതിരിക്കുക. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ഒരുപാട് ഇടനിലക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിന് അവിടുത്തെ ലാംഗ്വേജൊക്കെ നന്നായി അറിയാം, അവരോട് സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം പിന്നെ നമ്മുടെ കൂടെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വന്നില്ല, എങ്കിലും വന്നിരുന്നു അവർ. അങ്കിൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നു. അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്നു ഇങ്ങനെ സഹായിക്കുക എന്നൊക്കെയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഹസ്ബൻഡിന് ഹിന്ദി അറിയാം അത്യാവശ്യം. അപ്പോൾ ആളതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് പോയി ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഞങ്ങൾ മെറ്റീരിയലൊക്കെ മേടിച്ചത്. ഒരു ദിവസം ഫുള്ളും അജ്മീറയിലായിരുന്നു കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. പക്ഷേ ഫുള്ളും എന്താ പറയുക, ഫുൾ നഷ്ടമായിരുന്നു എനിക്ക്. ഒരു കാര്യമില്ലായിരുന്നു അതൊന്നും വാങ്ങിച്ചിട്ട് എനിക്ക്. അതിൽ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വിലയുടെ സാധനങ്ങളായിരുന്നു. അതൊന്നും റേറ്റ് കുറവിൻ്റെ ആയിരുന്നില്ല, നല്ല വിലയുടെ ആയിരുന്നു. അതുകൊണ്ട് ആ സാധനങ്ങൾ മുഴുവൻ വിറ്റുപോവുകയും ചെയ്തു. ഈ വില കുറവിൻ്റെ ആയിട്ട് നമ്മളെടുത്തത് ഒന്നും നമുക്ക് എന്താ പറയുക, ഒരു സാധനം പോലും എനിക്ക് വിറ്റുപോയിട്ടില്ല. നല്ല വിലയിൽ എടുത്തത് മുഴുവൻ നന്നായി ചിലവാകുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവർ വില കുറഞ്ഞ് തരുന്നത് പറഞ്ഞാൽ തീരെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ആ സാധനങ്ങളൊന്നും വിറ്റിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, അത് പോവന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് നമുക്കൊരു ഡെഡ് സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അതിനെക്കാട്ടും നല്ലത് നമ്മൾ മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ലത്. അപ്പോൾ അത് ഈ അജ്മീറയിലൊക്കെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെന്ന് നോക്കണേൽ തെറ്റൊന്നും ഞാനും പറയുന്നില്ല. പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ വന്നു പോയില്ലേ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പിന്നെന്താണ് വേറെ, എൻ്റെ ലോണിൻ്റെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലോണിൻ്റെ പേര് ഞാൻ പറയാത്തത്, അത് പബ്ലിക്കായിട്ട് ഇനി എനിക്ക് കിട്ടണ സബ്സിഡി കിട്ടാതിരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറയാതിരുന്നത്. ആരെങ്കിലും കമൻറ്റിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ലോൺ ഏതാണ്, ഞാൻ പെട്ടുപോയ ലോൺ ഏതാണെന്ന് പറയാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ആ വീഡിയോ കഴിഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, ഒരാഴ്ച കഴിഞ്ഞ ശേഷം എൻ്റെ യൂണിറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നു. യൂണിറ്റ് വിസിറ്റിങ് കഴിഞ്ഞ് അവർ പോയി. ഇനി ചിലപ്പോൾ 1.5 മാസത്തോളം എങ്ങാനും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു തോന്നുന്നു എൻ്റെ ഈ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത മാസത്തേക്ക് ഞാൻ ഈ ലോൺ എടുത്തിട്ട് 5 വർഷം തികയാണ്. 3 വർഷം കൊണ്ട് കിട്ടേണ്ട സബ്സിഡി എനിക്ക് 5 വർഷം കൊണ്ടാണ് കിട്ടാൻ പോണത്. ഇനിയിപ്പം അടുത്ത മാസം കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം തികഞ്ഞതിന് ശേഷം കിട്ടിയെന്ന് പറയാമില്ല. അതിൻ്റെ അപ്പുറത്തെ മാസമാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയെന്നും പറയാം. അപ്പോൾ ബിഗിനേഴ്സിന് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു.